സംസ്കാരക്രിയ നാമം ചോദിച്ചോണ്ട് തുടങ്ങാം. നമ്മളെല്ലാവരും ഗുരുകാരണന്മാരെയും കുലദേവതയെയും ഗുരു പരമ്പരയെയും മാതാപിതാക്കളെ സ്മരിക്കുക, അവരൊന്ന് നമസ്കരിച്ചുകൊണ്ട് ആരംഭിക്കാം. അത് ഈ സംസ്കാരക്രിയകൾ പിതൃ പരമ്പരയുടെ അനുഗ്രഹത്തോട് വേണ്ടിയിട്ട് അതുകൊണ്ട് അവരെ നമുക്ക് നമസ്കരിക്കാം. പൂർവികമായ പിതൃ പരമ്പരയിൽ നിന്ന് നമസ്കരിക്കാം. കാരണം മരണാനന്തരക്രിയകളും ശ്രാദ്ധവും ഒക്കെ അവരോട് ബന്ധപ്പെട്ട ഇവിടുത്തെ മുഴുവൻ കുലദേവതകളുടെ അനുഗ്രഹം നമുക്ക് വേണം. എല്ലാ കുലങ്ങളുടെയും ഐശ്വര്യത്തിന് വേണ്ടിയിട്ട് ആ കുലങ്ങൾ സംസ്കാരമുള്ളവർ വേണം. അതെല്ലാവരും പ്രവർത്തിക്കാം. നിവർന്നിരിക്കുക. വാമദേവ ഋഷി പങ്ക്തിച്ഛന്ത സദാശിവരുദ്രോ ദേവത. ഓം നമ ശിവായ. 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 വാമദേവ ഋഷി പങ്ക്തിച്ഛന്ത സദാശിവരുദ്രോ ദേവത. ഗുരുർ ബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര. ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. അഖണ്ഡമണ്ഡലാകാരം വ്യാപ്തം യേന ചരാചരം തത്പദം ദർശിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം വിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. വക്രതുണ്ഡമഹാകായ സൂര്യകോടിസമപ്രഭ നിർവിഘ്നം കുരു മേ ദേവ സർവകാര്യേഷു സർവദാ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശ്രേഷ്ഠാചാര സഭ കഴിഞ്ഞ വളരെയധികം വർഷങ്ങളായി നടത്തിവരുന്ന സംസ്കാരക്രിയകളുടെ പുനഃസ്ഥാപനത്തിനും ക്രമീകരണത്തിനും വേണ്ടി ചെയ്യുന്നതാണ് ഷോഡ സംസ്കാരക്രിയകൾ ക്ലാസ്സുകൾ. കുറേ പരീക്ഷണങ്ങൾക്കും നിരീക്ഷണങ്ങൾക്കും ശേഷം സാമാന്യേന ജനങ്ങൾക്ക് ഉൾക്കൊള്ളാവുന്ന രീതിയിൽ, സാമാന്യ ജനങ്ങൾക്ക് അനുവർത്തിക്കാവുന്ന രീതിയിൽ ഒരു ചെറിയ പദ്ധതി നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഈ 16 ക്രിയകളെ സംബന്ധിച്ചിടത്തോളം ബാക്കിയുള്ള നമുക്ക് തയ്യാറാക്കാവുന്ന പ്രശ്നമില്ല. ഇതിന് പ്രചോദനം പൂജനീയ മാധവ്ജി അദ്ദേഹത്തിൻ്റെ സമാധിക്ക് തൊട്ട് മുമ്പേ 8 വർഷങ്ങളിൽ 88-ൽ
അദ്ദേഹം പാലിയത്ത് വെച്ചിട്ട് ഒരു വലിയ വിദ്വത് സമ്മേളനം വിളിച്ചു കൂട്ടി, ആചാര്യന്മാരുടെ സമ്മേളനം. അതിൽ പ്രധാന ചർച്ചാ വിഷയം ഹിന്ദുക്കളുടെ സംസ്കാര ക്രിയകളെ പറ്റിയായിരുന്നു. എറണാകുളത്ത് പാലിയം എന്ന് പറയുന്ന തറവാട്ടിൽ വെച്ച് നടന്നത്, പറവൂർ ഭാഗത്ത്. അതുകൊണ്ട് അതിന് പാലിയം വിളംബരം എന്ന രീതിയിലാണ് ആ വിളംബരത്തെ അറിയപ്പെടുന്നത്. എന്നൊരു തീരുമാനം എടുത്തു, ആ തീരുമാനം പ്രഖ്യാപിച്ചു. ആ തീരുമാനം നമ്മുടെ സമൂഹത്തിൽ ആധ്യാത്മികതയെപ്പോലെയോ അതിൽ കൂടുതലോ പ്രാധാന്യമുള്ള സംസ്കാര ക്രിയ പുനരുദ്ധാരണം. കാരണം മതം നിൽക്കുന്നത് സംസ്കാര ക്രിയകളിലാണ്. ആധ്യാത്മികത ആത്മാവിനെ സംബന്ധിച്ചതാണ്. അത് ആര് പരിശീലിച്ചാലും ഒരേപോലെയായിരിക്കും. ആത്മാവിന്റെ വികാസത്തിന് വേണ്ടിയുള്ള പരിശ്രമം എല്ലാവർക്കും ചെയ്യാം, അതിൻ്റെ ഫലം ആർക്കും കിട്ടും. പക്ഷെ സംസ്കാര ക്രിയകൾ എല്ലാവരും ഒരുപോലെ അല്ല അനുവർത്തിക്കുന്നത്. കാരണം സാധാരണ പറഞ്ഞാൽ ഉദാഹരണം വീണ്ടും നിങ്ങളോട് പറയാം, നിങ്ങൾ കേട്ടതായിരിക്കും പലപ്പോഴും. ഒരാൾക്കൊരു കുട്ടി ജനിച്ചു. ആ കുട്ടിക്ക് ജാതകർമ്മവും ചോറൂണും വിദ്യാരംഭവും തുടങ്ങിയ ക്രിയകൾ ചെയ്യുന്നു. അത് മുഴുവൻ ഭാരതം ലോകം മുഴുവൻ ഒരുപോലെയാണ് ചെയ്യുന്നു. അത് ഭാരതീയ സനാതന സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് ചെയ്യുന്ന രീതിയുണ്ട്. ഇത് ചെയ്യുന്നവർക്ക് ഹിന്ദു മതത്തിൽപ്പെടുന്നു. ആ ക്രിയകൾ അതേപോലെ ചെയ്യുന്നവർ പ്രാദേശികമായ ചില വ്യത്യാസങ്ങളോ ചില പ്രദേശങ്ങളിലേത് വ്യത്യാസങ്ങളോ സാമുദായിക വ്യത്യാസങ്ങൾ ചില വ്യത്യാസം വരുമെങ്കിൽ പോലും അടിസ്ഥാനപരമായിട്ട് ഈ ക്രിയകളൊക്കെ ഒന്നാണ്. ഗൃഹ്യസൂത്രങ്ങളെ ക്രമം അനുസരിച്ച് തയ്യാറാക്കിയത്. സങ്കല്പം ഒന്നാണ്. ചില ക്രിയയിൽ വ്യത്യാസം ഉണ്ടാവും, പക്ഷെ സങ്കല്പം ഒന്നാണ്. അത് ഒരു മനുഷ്യൻ ജന്മമെടുക്കുന്ന ഗർഭാധാനത്തിലൂടെയാണ്. ആ ഗർഭാധാനം മുതൽ മരണാനന്തര ക്രിയകൾ വരെ ചിട്ടപ്പെടുത്തിയിട്ട് ഭാരതീയ സംസ്കാരത്തിൽ. മറ്റു മതങ്ങളിലും അവരുടേതായ രീതി സംസ്കാരക്രമങ്ങളുണ്ട്. പക്ഷെ അതാത് മതസ്ഥാപനങ്ങളുടെ കൂടെ ആ ആളുകൾ നിർത്താൻ വേണ്ടി ഉദ്ദേശിച്ചുകൊണ്ടും ശുദ്ധമായൊരു മതത്തിനുള്ളിൽ നിർത്താൻ വേണ്ടിയിട്ട് മാത്രമാണ് ആ സംസ്കാരങ്ങൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് അതിനകത്ത് അതേസമയം ഹിന്ദുമതത്തിന്റെ പ്രത്യേകത എന്താ? ഒരു സംസ്കാരം നിലനിർത്താൻ വേണ്ടി പറഞ്ഞ ഷോഡശ സംസ്കാരങ്ങൾ എന്നാണ് പറയാ. എന്താ കാരണം? മനുഷ്യനെ, ഏത് മനുഷ്യനും മൃഗവും സാധാരണ മനുഷ്യർക്ക് എടുത്തിട്ട് മൃഗത്തിന് തുല്യമാണ്, ജന്തുക്കൾക്ക് തുല്യമാണ്. കാരണം അതിന് എന്താ പ്രത്യേകത? പൊതുവായിട്ട് സംസ്കാരമുണ്ട്, ഒരു രീതിയുണ്ട്. ആഹാരനിദ്ര ഭയമൈഥുനം ച സാമാന്യമേത പശുഭിർന്നരാണ്. 4 കാര്യങ്ങളാണ് ഈ ലോകത്തിലെ എല്ലാ ജീവികളും അനുവർത്തിച്ചു വരുന്നത്. ആഹാരത്തിന് വേണ്ടി അന്വേഷണവും ആഹാരം കഴിക്കലും എല്ലാ ജീവികളും ചെയ്യുന്നു. നിദ്ര, ഉറങ്ങാൻ സൗകര്യം വേണം. ഭയം, പ്രകൃതിയുടെ പ്രകൃതി നമുക്കൊരു ഭയം ഉണ്ടാക്കുന്നു, എല്ലാവർക്കും ഭയം ഉണ്ടാക്കുന്നുണ്ട്. മഴയും വെയിലും ഇടിയും കാറ്റും എല്ലാം, ഇരുട്ടും പകലും ഒക്കെ എല്ലാവരും ഭീതി ഉണ്ടാക്കുന്നു. അതിൽ നിന്ന് സംരക്ഷണം കിട്ടാൻ വേണ്ടി സുരക്ഷിതമായ ഒരു താവളം വേണം, ഒരു ഷെൽട്ടർ വേണം, ഒരു വീട് വേണം. ഓരോരുത്തരുടെയും നിയമം അനുസരിച്ച്, പ്രകൃതിയുടെ അനുഗ്രഹം അനുസരിച്ച് അവരനുസരിച്ച് വീടുണ്ടാക്കും. ചിതലും ഉറുമ്പ് പോലും അവർക്ക് പറ്റിയ രീതിയിൽ വാസസ്ഥാനം ഉണ്ടാക്കുന്നു. പക്ഷികളും പാമ്പും ഒരു വ്യത്യാസമുണ്ട്, മനുഷ്യനുണ്ടാക്കുന്നു. അപ്പൊ അത് പ്രകൃതിയുടെ ആക്രമണം രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അവർ ഭയത്തിന് പ്രകൃതി പ്രപഞ്ചം ഉണ്ടാക്കുന്ന ഭയത്തിന് രക്ഷപ്പെടും. അത് രക്ഷപ്പെടും. എല്ലാ ജീവികൾക്കും ആഗ്രഹമുണ്ട്, ആവശ്യമുണ്ട്. പിന്നെ മൈഥുനം ച, ആഹാരനിദ്ര ഭയം പുനർ സൃഷ്ടിക്ക് വേണ്ടിയിട്ടോ തൻ്റെ താൽക്കാലികമായ നൈമിഷിക വികാരങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ട് മൈഥുനം എല്ലാവരും ചെയ്യാം. എല്ലാവർക്കും ജീവിത വ്യത്യാസമില്ല. ഇത് മുഴുവൻ പൊതുവാണ്. മനുഷ്യന് ഇതിന് ഉയർത്തിക്കൊണ്ടുപോകാൻ വേണ്ടി അവൻ എന്താവണം, മനുഷ്യൻ എന്തായി തീരാം ശ്രമിച്ചാൽ
ഒരു മനുഷ്യന് ഈശ്വരനോട് ഉയരാൻ കഴിയും. ഈശ്വരൻ ആയിത്തീരും. ശിവം ഭൂത്വാ ശിവം യജേത്. ശിവനായിത്തീരാൻ മനുഷ്യന് മാത്രമേ കഴിയൂ. ഈശ്വരനായിത്തീരാൻ കഴിയൂ. ഒരു സാധാരണക്കാരന് ഈശ്വരനോളം ഉയരാൻ കഴിയുന്ന ആധ്യാത്മികത ഉള്ളതുപോലെ തന്നെ ഒരു മനുഷ്യനെ മെല്ലെ മെല്ലെ വികസിപ്പിച്ചുകൊണ്ട് വളർത്തിക്കൊണ്ടുവരാനുള്ള ബോധതലത്തിലുള്ള വികാസത്തിന് വേണ്ടി സഹായിക്കുന്ന സംസ്കാരക്രിയകൾ, മനുഷ്യനെ സംസ്കരിക്കേണ്ട ക്രിയകൾ ആയതുകൊണ്ടാണ് ഇന്ന് സംസ്കാരക്രിയകൾ എന്ന് പറയുന്നത്. മൃഗസ്വഭാവത്തിൽ നിന്ന്, മൃഗത്വത്തിൽ നിന്ന് മനുഷ്യനെ സംസ്കരിക്കുന്നു. അതാണ് സംസ്കാരക്രിയ. ഇത് സമൂഹത്തിന് ആവശ്യമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അന്ന് മാധവിയുടെ നേതൃത്വത്തിലുള്ള വിദ്വത് സമ്മേളനം എല്ലാവരും സംസ്കാരങ്ങൾ അനുഷ്ഠിക്കണം, അനുവർത്തിക്കണം എന്നൊരു പ്രഖ്യാപനം നടത്തി. അങ്ങനെ ചെയ്യുന്ന മനുഷ്യർ, സംസ്കരിക്കപ്പെടുന്ന ആളുകൾ, അവർ ക്ഷേത്രപൂജയ്ക്ക് പോലും, ക്ഷേത്രത്തിലെ താന്ത്രികമായ കാര്യങ്ങൾക്ക് പോലും അവർക്ക് ഏറ്റവും വലിയ വിഷയം അതാണ്. കാരണം കേരളീയ സമൂഹത്തിൽ ക്ഷേത്രപൂജകൾ ചെയ്യണമെങ്കിൽ ഒരു ഇവിടുത്തെ കേരളത്തിലെ പാരമ്പര്യമായ ബ്രാഹ്മണർ, ഒരു വിഭാഗം മാത്രം ബ്രാഹ്മണരെ ജനിക്കുന്ന ഈ കാലഘട്ടത്തിലെ ബ്രാഹ്മണർ, ജാതി ബ്രാഹ്മണർ, അവർ നിർബന്ധമായിട്ട് ഈ സംസ്കാരക്രിയകൾ ചെയ്യും. അതുകൊണ്ട് അങ്ങനെ ചെയ്തവർക്ക് മാത്രമേ ക്ഷേത്രപൂജകൾക്ക് അധികാരമുള്ളൂ എന്നൊരു നിയമമുണ്ട്. കാരണം ഉപനയന സംസ്കാരം കഴിഞ്ഞെങ്കിലേ തന്ത്രവും പൂജയൊക്കെ പഠിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് പാനീയ വിളംബരം തീരുമാനിച്ചു. കേരളത്തിലെ ബ്രാഹ്മണരായിരിക്കുന്ന വിദ്വാൻമാരടക്കം തീരുമാനിച്ചു, ഈ ഹിന്ദുക്കൾക്ക് മുഴുവൻ ഈ സംസ്കാരങ്ങൾ മുഴുവൻ ചെയ്യാൻ അവകാശമുണ്ട്. അങ്ങനെ ചെയ്തു വരുന്നവർക്ക് എന്താണ് സാമാന്യ സമൂഹത്തിന് നിഷിദ്ധമായ ക്ഷേത്ര ആരാധനകൾ, ക്ഷേത്ര പൂജകൾ വരെ അവർക്കും ചെയ്യാം എന്ന് മനസ്സിലാവും. പക്ഷെ ഇടക്കാലത്ത് സമൂഹം തെറ്റിദ്ധരിച്ചു, പൂജാരിമാരെ സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ക്വാളിഫിക്കേഷൻ നിശ്ചയിച്ചതും തീരുമാനിച്ചു. പക്ഷെ സത്യത്തിൽ അങ്ങനെയല്ല. ഹൈന്ദവ സമൂഹത്തിൽ സംസ്കാരങ്ങൾ നശിച്ചു വരുന്നു, ചെയ്തു കൊടുക്കാൻ ആളില്ല. പണ്ട് കാലത്ത് ഓരോ കുടുംബത്തിനും സംസ്കാരങ്ങൾ ചെയ്തു കൊടുക്കുന്ന വ്യവസ്ഥ ഉണ്ട്. ആ ഗ്രാമത്തിൽ അതിന് വ്യവസ്ഥകളും ആളുകളും ഉണ്ടായിരുന്നു. സാമുദായിക അടിസ്ഥാനത്തിൽ തൊഴിൽ തീരുമാനിച്ച കാലഘട്ടത്തിൽ ഈ തരം സംസ്കാരക്രിയകൾ ചെയ്തു കൊടുക്കേണ്ട സമുദായങ്ങളുണ്ടായിരുന്നു. അപ്പോൾ സാമുദായിക വ്യവസ്ഥ മാറി, വിദ്യാഭ്യാസം കിട്ടി, ആൾ പല പല മറ്റു പല ജോലികൾക്ക് പോകാൻ തുടങ്ങി. അങ്ങനെ വരുന്ന സമയത്ത് അങ്ങനെ ആയതുകൊണ്ട് എന്ത് പറ്റി, ഇവിടെ സമുദായമുണ്ട്. അപ്പോൾ ഓരോ ഗ്രാമത്തിലും മറ്റു കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാ വിഭാഗവും ഉണ്ടായിരുന്നു. കാലം മുൻപോട്ട് പോയപ്പോൾ വിദ്യാഭ്യാസത്തിന്റെ, ആധുനിക വിദ്യാഭ്യാസത്തിന്റെ അതിപ്രസരം കൊണ്ട് അതുപോലെ ആ കാര്യം നിന്നുപോയി. അപ്പോൾ ഇത് ചെയ്തു കൊടുക്കാനില്ലാതെ, ഇത് കേവലം ഒരു ഉപജീവന മാർഗമാക്കാൻ പറ്റാത്ത രീതിയിൽ സാമൂഹിക പരിവർത്തനമാണ്. രണ്ട് കാരണങ്ങളും ആളുകൾ നഷ്ടപ്പെട്ടു. കാരണം എല്ലാ സമുദായവും വേണ്ട പോലെ വിദ്യാഭ്യാസത്തിൽ, ആവശ്യം വിദ്യാഭ്യാസത്തിൽ മറ്റു ജോലികൾ പോയി പ്രവേശിക്കുകയും ചെയ്തു. രണ്ട്, ഇതുകൊണ്ട് ജീവിക്കാൻ പറ്റില്ല, ഇത് കുലത്തൊഴിലായി സ്വീകരിച്ചിട്ട് ജീവിക്കാൻ പറ്റില്ല എന്നൊരവസ്ഥ. അപ്പോൾ ക്രിയകൾ ചെയ്തു കൊടുക്കാൻ ആളില്ലാതായി, വേണ്ട പോലെ പറഞ്ഞു കൊടുക്കാൻ ആളില്ലാതായി. പക്ഷെ അതുകൊണ്ട് നശിച്ചത് സംസ്കാരമാണ് നശിച്ചത്. ഇന്നത്തെ സമൂഹത്തിൽ സന്താനങ്ങൾ എണ്ണം കുറവാണ്. അപ്പൊ നമുക്കറിയാം, ധാരാളം വീടുകളിൽ, ധാരാളം കുടുംബങ്ങളിൽ സന്താനങ്ങളെ പറ്റി ഭയമാണ്. കാരണം നമുക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു സന്താനങ്ങളെ പറ്റിയിട്ട്. ഇന്ന് പ്രതീക്ഷയിലെ ഭയമാണുള്ളത് എല്ലാ സമൂഹത്തിലും. കാരണം സമൂഹത്തിൽ നടക്കുന്ന അക്രമം അത്ര വലുതാണ്. സമൂഹത്തിൽ അക്രമം നടന്നുകൊണ്ടിരിക്കുക. കുട്ടികൾ ഹൈസ്കൂളിലും UP സ്കൂളുകളിലും തമ്മിൽ അടിക്കുന്നു. കൃത്യമായ ജീവിത ഒരു കൃത്യമായ ഒരു ബോധമില്ലാതെ നടക്കുന്ന ആൾക്കാർ, കുട്ടികൾ പോലും. അങ്ങനെ വലിയ അപജയമാണ്. അപ്പോൾ സന്താനങ്ങളുടെ കുറവുണ്ട്. അതൊക്കെ വരുമെന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കണം അന്നത്തെ വിദ്വാൻമാർ ചേർന്ന്, സദസ്സ് ചേർന്നിട്ട് സംസ്കാരങ്ങൾ പുനരുദ്ധരിക്കാമെന്ന് പറഞ്ഞു. മാധവജിയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അത് പ്രചരിപ്പിക്കണം എന്നുള്ള കാര്യം. പക്ഷെ അത് പ്രഖ്യാപനം നടത്തി അധികം കഴിഞ്ഞ അദ്ദേഹത്തിന്റെ ദിവംഗതനായി വിഷ്ണുപദം പൂർവി. അപ്പൊ എന്ത് പറ്റി? നടപ്പിലാക്കാൻ പറ്റിയില്ല. ശ്രേഷ്ഠാചാര സഭ അതിന്റെ പ്രവർത്തനങ്ങൾ മാധവിയിൽ നിന്നും
എൻ്റെ ഗുരുനാഥനും പ്രചോദന ചെയ്യുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് മുതൽ ഇതൊന്ന് നടത്തിയെടുക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പല 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 പ്രാവശ്യം പല ശ്രമവും നടത്തി. പക്ഷെ അത് വേണ്ട പോലെ വിജയിച്ചില്ല. കാരണം അതിനോട് ഇറങ്ങിയ ദിവസം മനസ്സിലായി വളരെ സങ്കീർണമാണ് ക്രിയകൾ. പല ക്രിയകളും വളരെ സങ്കീർണമാണ്. വൈദിക സമ്പ്രദായത്തിലും സ്മൃതികളുടെ അടിസ്ഥാനത്തിലാണ് ക്രിയ ഉണ്ടാക്കിയത്. അതുകൊണ്ട് അത് ഇന്ന് ഈ ആധുനിക കാലഘട്ടത്തിൽ എല്ലാ സമൂഹത്തിനും അത് അതേപടി ഉൾക്കൊള്ളാൻ പറ്റിയ രീതിയിലല്ല ഉള്ളത്, പ്രായോഗികമല്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് 2010 കാലഘട്ടങ്ങളിൽ ശ്രേഷ്ഠാചാര്യ സഭ ഹരിദ്വാറിലെ വേൾഡ് ഗായത്രി പരിപാടി പരിചയപ്പെടും. അപ്പോൾ അവർ നമ്മൾ ചെയ്ത ആധ്യാത്മികവും അതുപോലെ തന്നെ ഇത്തരം സംസ്കാരക്രിയ കാര്യങ്ങളിലും അവർക്ക് നമ്മൾ സമാനമായ കാഴ്ചപ്പോൾ ഒരു നൂറ്റാണ്ട് മുമ്പ് അവർ തുടങ്ങിയിട്ടുണ്ട്. നമുക്കവരറിയില്ലായിരുന്നു. ഒരു നൂറ്റാണ്ട് അവർ പ്രവർത്തനം തുടങ്ങിയിരുന്നു. അവരത് സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അവർ പരിചയപ്പെട്ട സമയത്ത് അവർ സംസ്കാരക്രിയകൾക്ക് വേണ്ടിയിട്ട് എല്ലാവർക്കും അനുവർത്തിക്കാവുന്ന രീതിയിൽ ലോകത്തിന് ഏത് ഭാഗത്ത് പോയാലും ചെയ്യാവുന്ന രീതിയിൽ ഒരു ക്രമം അവരുണ്ടാക്കി. അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് കേരളീയ ആചാര പദ്ധതിയിൽ ക്രിയാരത്നമാല എന്ന് പറയുന്ന ഒരു പുസ്തകം, ആചാരങ്ങൾക്ക് വേണ്ടിയിട്ട് ഗൃഹ്യസൂത്രങ്ങളൊന്നും, അതിൻ്റെയും നടപ്പിലാക്കുന്ന രീതി രണ്ടും ചേർത്തുകൊണ്ട് കേരളീയ സമൂഹത്തിന് പറ്റുന്ന രീതിയിലൊന്ന് പുനരാവിഷ്കരിച്ചു. അതുകൊണ്ട് ഇത് സാധാരണ ചെയ്യുന്നതിനെ കുറിച്ച് ചെറിയ വ്യത്യാസങ്ങൾ, കാരണം ആധുനിക കാലഘട്ടത്തിൽ അനുയുക്തമായ രീതിയിൽ പക്ഷെ നമ്മളൊന്നും ഉണ്ടാക്കിയിട്ടുമില്ല. അതിന് ചില കാര്യങ്ങൾ ക്രിയാരത്നമാലയും പകഴിയും ചടങ്ങ് തുടങ്ങിയ ഗ്രന്ഥങ്ങളും, പിന്നെ ആധുനിക കാലഘട്ടത്തിലുള്ള പല കാര്യങ്ങളും അത് ലഘൂകരിക്കാൻ ലളിതവൽക്കരിക്കാൻ വേണ്ടിയിട്ട് വേൾഡ് ഗായത്രി പരിവാറിൻ്റെ കർമ്മകാണ്ഡ ഭാസ്കർ എന്നൊരു പുസ്തകം, അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രയോഗിച്ച് പഠിച്ച കൃത്യമായി നടപ്പാക്കുന്ന സാധനമാണ് നമ്മളിപ്പോൾ പഠിപ്പിക്കാൻ പോകുന്നത്. കഴിഞ്ഞ കുറേ വർഷങ്ങൾ ചെയ്തു വരുന്ന നമ്മൾ ധാരാളം ആളുകളെ പുണ്യാഹം മുതൽ കാര്യങ്ങൾ പഠിപ്പിച്ചു. പക്ഷെ അത് ഒരു പ്രശ്നം എന്ന് വെച്ചാൽ സമാനമായ ഇപ്പം പൂജ എല്ലാവർക്കും വേണം, എല്ലാവർക്കും അറിയാം. പക്ഷെ സംസ്കാര ക്രിയകളുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ശവസംസ്കാരം പോലുള്ള ക്രിയകൾ ഇപ്പോഴും ചെയ്തു കൊടുക്കാൻ അതിനാളുകളാണെന്ന് പറയാൻ ഒരു സമൂഹം ചില അജ്ഞതയുള്ളൂ, ചില ഒരു അതുള്ളതുകൊണ്ട് വേണ്ട പോലെ ആളുകൾ വരുന്നില്ല, സ്വന്തം നിൽക്കുന്നില്ല. പിന്നെ അതിനെക്കുറിച്ച് ബുദ്ധിമുട്ടാണ്. പൂജ ചെയ്താൽ സമൂഹത്തിൽ കിട്ടുന്ന ബഹുമാനം കഴിഞ്ഞ കാലം വരെ ഇടക്കാലത്ത് കിട്ടിയിരുന്നില്ല. ഇതിനകത്ത് അതിന് പ്രത്യേകത. അപ്പം സമൂഹത്തിൽ റെസ്പെക്റ്റ് വേണമല്ലോ. പണം കിട്ടും, പക്ഷെ റെസ്പെക്റ്റ് അത്ര കിട്ടില്ല. കാരണം ഒരു പൂജാരിയോടും മനോഭാവമല്ല ഈ തരം കാര്യങ്ങൾ ചെയ്യുന്നത്. എന്താ കാരണം? നാം കാണുന്ന പൂജാരിമാര് ജന്മനാ ജാതി ബ്രാഹ്മണരാണ്, നമ്പൂതിരിമാരോ ആ ടൈപ്പ് ആൾക്കാർ. അവർക്ക് സമൂഹത്തിലൊരു റെസ്പെക്റ്റ് ഉണ്ട്. ആര് പൂജ ചെയ്താലും ആ റെസ്പെക്റ്റ് അവർക്ക് കൊടുക്കും. അതേസമയം മറ്റ് സംസ്കാരക്രിയകൾ സാധാരണ സമൂഹത്തിൽ ചെയ്തു കൊടുത്തിരുന്ന സമുദായങ്ങൾക്ക് അന്ന് വേണ്ട പോലെ ബഹുമാനം കൊടുക്കാൻ സമൂഹം പഠിച്ചിരുന്നില്ല. അതുകൊണ്ട് ഈ തരം കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് അവരോട് കാണിച്ചിരുന്ന ഒരു അവഗണനാ മനോഭാവമാണ് സാമൂഹ്യ മനസ്സിനുള്ളത്. അതിന് പ്രശ്നത്തിനുണ്ട്. പക്ഷെ ഇതിൻ്റെ മഹത്വം എന്താണെന്ന് നമുക്ക് പഠിച്ചതിനോ മനസ്സിലായിരിക്കും. ഒരു സാമൂഹ്യ പ്രവർത്തനം, സമാജ പ്രവർത്തനം എന്നുള്ള രീതിയിൽ നമ്മൾ ഏറ്റെടുക്കണം. സ്വാഭാവികമായിട്ട് വളരെ ബോധപൂർവമായും ഒരു പ്രവർത്തനം നടക്കുന്ന സമയത്ത് നാളെ സമൂഹത്തിന് വില കൊടുക്കും. നമ്മൾ ബോധപൂർവ്വം സംഘടിതമായ ഒരു പരിശ്രമത്തിന് ഇപ്പോഴത്തെ രസം വെച്ചാൽ കോഴിക്കോട് ധാരാളം വീടുകളിൽ സമ്പത്തുള്ളവർ, വിദ്യാഭ്യാസമുള്ളവർ, സാധാരണക്കാർ, ഇവരൊക്കെ വീടുകൾ ശ്രേഷ്ഠാചാര്യ പ്രവർത്തകർ പോയിട്ട് കോഴിക്കോട് പ്രദേശത്തെ കുളിച്ച് ചെയ്തു കൊടുക്കാറ്. അവിടെ കിട്ടുന്ന റെസ്പെക്റ്റ്, ബഹുമാനം, ആദരവ്, ഇത് കഴിഞ്ഞ കാലങ്ങളിൽ പോലെ അല്ല. ഒരു വലിയൊരു പോലീസ് ഓഫീസറുടെ വീട്ടിൽ പൂജാ ക്ലാസ്സിൽ നമ്മൾ കൂടെ നിൽക്കുന്ന ഒരാളെ പോയി ക്രിയേറ്റ് ചെയ്തു. അയാൾ പാരമ്പര്യമായിട്ട് അത് ചെയ്തു കൊടുത്തിരുന്ന ഒരു സമുദായത്തിലെ അംഗമാണ്. പാരമ്പര്യം ചെയ്തു കൊടുത്താണ്. അപ്പം അയാൾ ഇപ്പം ഈ നമ്മുടെ കൂടെ വന്ന് പൂജ പഠിച്ച് അയാൾ ചെയ്ത് കൊടുത്ത സമയത്ത് ഒരു വലിയ പോലീസ് ഓഫീസർ, വലിയ ഉദ്യോഗസ്ഥൻ, IPS ആ ടൈപ്പ് ആൾ ചെയ്തപ്പോൾ
അയാൾ നമസ്കരിച്ചു. ഈ ഓഫീസർ ഇയാൾ നമസ്കരിച്ചു. അപ്പൊ എന്താ രസം എന്ന് പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. കാരണം സമൂഹം വീണ്ടും തിരിച്ച് ബഹുമാനിക്കാൻ തുടങ്ങി, അംഗീകരിക്കാൻ തുടങ്ങി. തൻ്റെ അച്ഛനെ ക്രിയ ചെയ്ത് കൊടുക്കുന്ന, അച്ഛന് വേണ്ടിയിട്ട് ക്രിയ ചെയ്യുന്ന ഒരാളെ സമൂഹം റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്, ബഹുമാനിക്കുന്നുണ്ട്. ഈ ആദരവ് സമൂഹത്തിൽ നിന്ന് വലിയൊരു മാറ്റമാണ്. അതുകൊണ്ട് നമ്മൾ ചെയ്ത് പ്രചരിപ്പിച്ച് തരും. മാത്രമല്ല, മാധവജിയുടെ അവസാനത്തെ കൃത്യമായിരിക്കുന്ന ഒരു സങ്കല്പം ഇത് തിരിച്ചു കൊണ്ടുവരാനുണ്ട്. അതുകൊണ്ടാണ് ഈ വർഷം ശ്രേഷ്ഠത തീരുമാനിച്ച് മാധവജിയുടെ അദ്ദേഹം 1926 ജനിച്ചത്. വരാൻ പോകുന്ന 26 100 വർഷം തികയുന്ന വർഷമാണ്. ആ വർഷം കുറച്ച് നന്നായി ചെയ്യണം. അതിൻ്റെ മുന്നോടിയായിട്ട് ഒരു തയ്യാറെടുപ്പ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഒരു ബാച്ച് ആളുകൾ പൂർണ്ണമായിട്ട് 25 തന്നെ 26 മാധവജിയുടെ ജന്മദിനത്തിന് മുമ്പേ, ഇടവമാസത്തിന് മുമ്പേ മുഴുവൻ സംസ്കാരക്രിയകൾ ഒരു ബാച്ച് ആളുകൾ തയ്യാറാക്കാൻ നമ്മൾ നിശ്ചയിച്ചു. അപ്പോൾ നമ്മളിത് ചെയ്യണം, പഠിക്കണം, ചെയ്ത് കൊടുക്കാനുള്ള മാത്രം നമുക്കൊരു വിജ്ഞാനം വേണം. ഈ കാര്യങ്ങൾ കാണാതെ പഠിക്കൊന്നും വേണ്ട. കാരണം എനിക്കറിയാം, എൻ്റെ കുട്ടിക്കാലത്ത് ഞങ്ങളെ വീട്ടിൽ ക്രിയകൾ ചെയ്യാൻ വന്നിട്ട് വാദ്യാരുണ്ടായിരുന്നു. ഒരു വാദ്യാരെന്നാണ് പറഞ്ഞത്, ഞങ്ങൾ അതേ സമുദായം തന്നെയാണ്. പുസ്തകം നോക്കിയിട്ടാണ് പറഞ്ഞിരുന്നത്. ഇപ്പം അയാളുടെ മകൻ്റെ മകനും എൻ്റെ മകൻ്റെ മകൻ പൂജാ ക്ലാസ്സിലൂടെ വന്നിട്ടുണ്ട്. നമ്മുടെ പൂജാ ക്ലാസ്സിൽ വന്നു. ഇത് ചെയ്തു കൊടുക്കും, പുസ്തകം നോക്കിയിട്ട് ചെയ്യാറ്. അതൊരു കാണാതെ പഠിച്ചു വേണ്ട. വ്യക്തിപരമായ നമുക്ക് അനുഷ്ഠാനങ്ങൾ നിർബന്ധമായിട്ട് ചെയ്യണം, എന്നെങ്കിലും സമൂഹത്തിൽ വരേണ്ടാവുള്ളൂ. ഒരു സംസ്കാരം നമുക്ക് വേണം. നമ്മൾ ചെയ്യുന്ന ആൾക്കൊരു മാനസിക സംസ്കാരമൊക്കെ വേണം. അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാം. ആണ് ഇന്ന് പറയാനുള്ളത്. ആമുഖമായിട്ട് ഇതാണ് പറയാനുള്ളത്. അപ്പോൾ ഇതിനകത്ത് എല്ലാ ക്രിയകളും പൊതുവായിട്ട് സാധാരണ വൈദികമായിരിക്കുന്ന ഒരു ഹോമാചാരമാണ് അനുഷ്ഠിക്കാറ്. പക്ഷെ നമ്മളിവിടെ വേൾഡ് ഗായത്രിപ്പൻ അനുവർത്തിച്ചുകൊണ്ട് ഒരു ചെറിയ ഗായത്രി യജ്ഞം, ഒരു ഗായത്രി ഹോമം വളരെ സിമ്പിളായിട്ട്, അത് അവർ ചെയ്യുന്ന കുറച്ച് സങ്കീർണമാണ്. അത് മുഴുവൻ നമ്മൾ എടുക്കുന്നില്ല. പക്ഷെ സാമാന്യ നിലയിൽ ഒരു ഗായത്രി മന്ത്രം ജപിച്ചുകൊണ്ട് ഹോമം ചെയ്യുന്ന ഒരു അഗ്നി സംസ്കാരവും ഒരു കുണ്ഡ സംസ്കാരവും അതുപോലെ ഗായത്രി സാധനയ്ക്ക് വേണ്ടിയുള്ള ഹോമം നമ്മൾ ചെയ്ത് അന്തരീക്ഷം സൃഷ്ടിച്ച ചൈതന്യം ഉണ്ടാക്കിയ ശേഷം അവിടെ എന്ത് ചെയ്യാം എന്നാണ് തീരുമാനിച്ചത്. അതിൻ്റെ ആദ്യത്തെ ക്രിയ നമ്മൾ എടുക്കുന്നത് ഗർഭകാല സംസ്കാരത്തെ പറ്റിയിട്ട് ആദ്യം എടുക്കേണ്ടത്. അപ്പൊ ഗർഭകാല സംസ്കാരം എവിടുന്നാണ് തുടങ്ങുന്നത്? ഗർഭാധാനം മുതലാണ്. അപ്പൊ ഗർഭാധാനത്തിന് പണ്ട് കാലത്ത് ക്രിയകൾ ഉണ്ടായിരുന്നു. പക്ഷെ അത് വേണ്ട പോലെ നടപ്പിലാക്കിയിരുന്നു. സങ്കല്പം അനുസരിച്ച് വിവാഹം കഴിഞ്ഞാൽ ഒരു മുഹൂർത്തം നിശ്ചയിച്ച് ആ മുഹൂർത്തത്തിൽ ആ സേകത്തിന്റെ ചടങ്ങുകളാണ് നടന്നിരുന്നത്. സേകം എന്നാണ് പറയുന്നത്. സംസ്കാരക്രിയയുടെ പുസ്തകം സേകം എന്ന് കാണും. അച്ഛനാ പറയുന്നത്. ഇന്ന് കേരളത്തിന് പുറമെ ശാന്തി മുഹൂർത്തം എന്ന് പറഞ്ഞൊരു മുഹൂർത്തം അവർ നിശ്ചയിക്കാറുണ്ട്. ആ ശാന്തി മുഹൂർത്തം വളരെ ജ്യോതിഷപരമായിട്ട് അസ്ട്രോളജിക്കൽ ജ്യോതിഷപരമായിട്ട് ഒരു നല്ല മുഹൂർത്തം നിശ്ചയിച്ച് അന്നാണ് സങ്കല്പിക്കാറ്. അപ്പൊ നമുക്ക് ഇന്ന് അങ്ങനെ തീരുമാനിക്കുന്നതിന്റെ ഗുണം, ഒരു കുഞ്ഞിനെ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ യാദൃച്ഛികമായിട്ട് അങ്ങ് ജനിച്ചു പോലല്ല. ഇപ്പൊ സ്വാഭാവികമായിട്ട് ഇപ്പോൾ സ്ത്രീ പുരുഷ ബന്ധങ്ങൾ ഉണ്ടാവും. എക്സലന്റ് ആയിട്ട് കുട്ടി ഉണ്ടാവും. മിക്കവാറും വിവാഹം കഴിഞ്ഞ് ആദ്യം എടുക്കുന്ന തീരുമാനം തൽക്കാലം കുട്ടികൾ വേണ്ട എന്നായിരിക്കും. അപ്പോൾ പക്ഷെ പ്രകൃതിയുടെ നിയമം പ്രവർത്തിക്കും, വിധിയും പ്രവർത്തിക്കും. കുട്ടികളാണ് അവർ പ്രതീക്ഷിച്ച കുട്ടികളാണ്. മാത്രമല്ല ആ സൃഷ്ടി നടക്കുന്ന മുഹൂർത്തമാണ് വല്ലാതെ സ്വാധീനിക്കും. പണ്ട് ഒരു കുഞ്ഞിന് അപസ്മാരം വന്നു. കോഴിക്കോട് പ്രസിദ്ധനായിരിക്കുന്ന ഒരു വൈദ്യനുണ്ടായിരുന്നു. മണ്ണൂർ, കോഴിക്കോട് കടലുണ്ടി ഭാഗം, മണ്ണൂർ ഭാഗത്ത്. അദ്ദേഹം മൈസൂർ മഹാരാജാവിന്റെ കൊട്ടാര വൈദ്യനായിരുന്നു. മണ്ണൂർ നമ്പീശൻ എന്നറിയപ്പെടാം. ഇപ്പോൾ അദ്ദേഹത്തിന്റെ വീടിന് മുൻപിൽ നമ്പീശൻ പടി എന്നൊരു പടിയൊക്കെ ഉണ്ട്. അത് അത്ര തിരക്കേതാണ് കാണും.
ഈ കുഞ്ഞിനെ കൊണ്ട് അവിടെ ചെന്ന സമയത്ത് അയാളുടെ ഒരു സുഹൃത്തിനെ കൊണ്ട്, അതേ കുട്ടിക്കാലത്ത് അയാളെ അറിയുന്ന ഒരാളാണ്. ഈ കുട്ടിയെ കൂട്ടിക്കൊണ്ടു അപസ്മാരമുണ്ട്. അയാൾ മരുന്നൊക്കെ കുറിച്ച് കൊടുത്തു, ചെയ്യാനൊക്കെ പറഞ്ഞു. ഇത് പോകുമ്പോഴേ അയാളുടെ ഈ വൈദ്യർക്ക് അറിയുന്ന ആ കൂട്ടുകാരനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇത് ശരിയാവില്ല. കാരണം ആ കുട്ടിയെ സൃഷ്ടിച്ചത് തെറ്റായ മുഹൂർത്തത്തിലാണ്, സന്ധ്യാസമയത്താണ് ഇവർ ലൈംഗികമായി ബന്ധപ്പെട്ടത്. അതുകൊണ്ട് ഇത് മാറില്ല. അപ്പോ മുഹൂർത്തമല്ലാതെ അവിഹിതമായ സമയങ്ങളിൽ സൃഷ്ടി നടത്തിയാൽ രോഗ രോഗങ്ങൾ വരാം, മഹാരോഗങ്ങൾ വന്ന് പെടും. അങ്ങനെ പല കുഴപ്പങ്ങളുണ്ട്. അതേസമയം മുഹൂർത്തം നിശ്ചയിച്ച് വേണ്ട പോലെ രണ്ടുപേരും തയ്യാറായിട്ടാണ് ഒരു കുഞ്ഞ് ജനിക്കുന്നതെങ്കിൽ എന്താ കുഞ്ഞ് എന്തായി തീരണം എന്ന് അച്ഛനമ്മയ്ക്ക് തീരുമാനിക്കാം. ഒരു കുഞ്ഞ് ഏത് തരത്തിലാണ് കുഞ്ഞ് വളരേണ്ടതെന്ന് തീരുമാനിച്ച ശേഷം തീരുമാനിക്കാം. നമുക്ക് ഗർഭാവസ്ഥ അവർക്ക് മുന്നേ തീരുമാനിക്കാം. ഇപ്പൊ സാധാരണ പറയാറുണ്ട്, അവരെ ഋതുമതിയായ ശേഷം ഒരു സ്ത്രീ ഋതുമതിയായ ശേഷം 16 ദിവസങ്ങൾ, എൻ്റെ ഓർമ്മ എങ്ങനെയാണ്, ആയുർവേദ വിധി അനുസരിച്ച് വിധിയാണ്, 14-ാമത്തെ ദിവസമാണ് സൃഷ്ടി നടക്കുന്നതിൽ ബുദ്ധിമാനായിരിക്കുമെന്നോ, 16-ാമത്തെ ദിവസമാണ് സൃഷ്ടി നടക്കുന്നത് ധനവാനായിരിക്കും എന്നൊരു നിയമമുണ്ട്. അതിന് ദിവസം കറക്റ്റ് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മ ശരിയായി ഞാൻ മനസ്സിലായി ഇങ്ങനെയാണ്. അങ്ങനെ പറയാറുണ്ട്. കാരണം ഒരാൾ ധനവാനാവേണോ, സരസ്വതിയാണോ ലക്ഷ്മിയാണോ അനുഗ്രഹിക്കേണ്ടത് അയാൾ എന്നുള്ള കാര്യം നേരത്തെ തീരുമാനിക്കാം. സൃഷ്ടി നടക്കുന്ന മുഹൂർത്തത്തെ മനോഭാവമാണ് ആ കുഞ്ഞിന്റെ സ്വഭാവം എന്ന് മനുഷ്യനെ പഠിപ്പിക്കാൻ വേണ്ടി, സമൂഹത്തെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കുരുവംശത്തിന്റെ ചരിത്രത്തിലെ അംബിക, അംബാലിക 3 പേരുടെ കഥ, ധൃതരാഷ്ട്രയും പാണ്ഡുവിന്റെയും അതേപോലെ തന്നെ വിദുരന്റെയും കഥ പലപ്പോഴും പറഞ്ഞാൽ നിങ്ങൾക്ക് പലർക്കും അറിയാം. കാരണം രാജകുമാരിമാരെ ഭീഷ്മർ പിടിച്ചുകൊണ്ടുവന്നു തന്റെ സഹോദരി വിവാഹം കഴിക്കാൻ വേണ്ടി. രാജകുമാരിമാർക്ക് വിവാഹത്തിന് ഒരു സങ്കല്പം ഉണ്ടാവും. അപ്പോൾ അതിന് അംബിക, അംബാലിക 3 പേരുണ്ടായിരുന്നു. അംബ വേറൊരു രാജകുമാരി ഇഷ്ടപ്പെട്ടിരുന്നു. ഭീഷ്മരോട് പറഞ്ഞു, ഞാൻ മനസ്സുകൊണ്ട് ഇങ്ങനെ വലിച്ചിട്ടുണ്ട്. അവർ തിരിച്ചു പോകാൻ സമ്മതിച്ചു. പക്ഷെ എന്ത് പറ്റി? അവർ നേരത്തെ നിശ്ചയിച്ചിരുന്ന ആ രാജകുമാരൻ ഭീഷ്മർ പിടിച്ചുകൊണ്ട് ഒറ്റ കാരണം കൊണ്ട് അശുദ്ധമായി എന്നവർ സ്വീകരിച്ചില്ല. അതിന് ശാപം, അതിന്റെ പ്രതികാര നടപടികളൊക്കെ പിന്നീട് മഹാഭാരത യുദ്ധത്തിൽ പോലും അത് പ്രതിഫലിച്ചു. ശിഖണ്ഡിയായിട്ട് ജനിച്ച കുറെ കഥകളൊക്കെ ഉണ്ട്. അംബിയും അംബാലികയും സ്വാഭാവിക വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, രാജകുമാരനെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ടാണ്. കുരുവംശത്തിൽ അന്നത്തെ ഏറ്റവും വലിയ ശക്തരായ രാജവംശത്തിന്റെ വിവാഹം കഴിച്ചു കൊടുത്തു. അവർ വന്നു. നിർഭാഗ്യവശാൽ ആ വിവാഹം കഴിച്ചിരുന്ന രാജകുമാരൻ മരിച്ചുപോയി. രാജേഷ്മാവ് പിടിച്ചു. അയാളുടെ ജീവിതശൈലിയുടെ മോശം കൊണ്ട് ക്ഷയം വന്ന് മരിച്ചുപോയി. അപ്പൊ അന്നത്തെ ആ ആ പാരമ്പര്യത്തിൽ, കാരണം അന്നൊരു വലിയ സാമൂഹ്യ മാറ്റം നടന്നിരുന്ന നിർമ്മലാനന്ദ സ്വാമിജി പറയുന്നു. കാരണം സമൂഹത്തിൽ നല്ല അന്ന് ഈ രാജവംശത്തിലെ പാരമ്പര്യം രാജാക്കന്മാർ ഉണ്ടായിരുന്നില്ല. അതുവരെ സമൂഹത്തില് ആ സ്ഥാനത്തിന് അർഹതയുള്ളവരെ സമൂഹം തീരുമാനിക്കുക ചെയ്തിരുന്നു. രാജപുരോഹിതന്മാർ തീരുമാനിക്കുക ചെയ്തിരുന്നു. ഒരു രാജാവിന്റെ മകനായതുകൊണ്ട് രാജകുമാരനാവണമെന്നുണ്ടായിരുന്നില്ല. അർഹത ഉണ്ടെങ്കിലാവും, അർഹത നേടാൻ ശ്രമിക്കും എന്നൊരു നിയമമാണെന്നുണ്ടായിരുന്നു. ഇത് ജനാധിപത്യത്തെ പോലെ തന്നെ കുറച്ചുകൂടി ധാർമ്മികമായ ഒരു വ്യവസ്ഥയാണ് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് പിന്തുടർച്ചാവകാശം അനുസരിച്ച് രാജവംശം നിശ്ചയിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കടന്നു വന്ന സമയത്താണ് ഈ സംഭവം ഉണ്ടാവും. നിർമ്മലാനന്ദ സ്വാമികൾ പറയുന്നത്, മഹാഭാരത യുദ്ധം ഉണ്ടാവേണ്ട തീരുമാനം എടുത്തത് ഭീഷ്മർ അംബികയെയും അംബാലിയെയും പിടിച്ചുകൊണ്ട് വന്നത് മുതലാണ് അത് അപജയം തുടങ്ങുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. ഏറ്റവും രസം, കാരണം അത് ശരിയാണ്. നമുക്ക് അദ്ദേഹത്തിന്റെ വാദങ്ങൾ നോക്കത്തോ നമുക്ക് മനസ്സിലാവും. എന്തായാലും ആ സമയത്ത് ആ
വംശം ആ വംശം നിലനിർത്തേണ്ടത് ആവശ്യമായതുകൊണ്ട് ഭീഷ്മർക്കാണ് പിന്തുടരാവകാശം ഉള്ളത്. ഭീഷ്മരുടെ പിന്തുടർച്ചക്കാരാണ് അധികാരം വരേണ്ടത്. പക്ഷെ അദ്ദേഹം തൻ്റെ അച്ഛനോട് ഉള്ള ഒരു പ്രതിജ്ഞ നിറവേറ്റുന്നത് അദ്ദേഹം കഴിയുന്നതില്ല. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ സഹോദരൻ ആണ് വേദവ്യാസൻ. വേദവ്യാസൻ വിളിച്ചു വരുത്തി. അന്നത്തെ സാമൂഹ്യ ക്രമം അനുസരിച്ച് ഒരാൾ മരിച്ചാൽ അയാളുടെ സഹോദരനിൽ നിന്ന് വിവരണം സ്വീകരിക്കും. കാരണം RNA DNA അത് വലിയ ശാസ്ത്രീയമാണ്. RNA DNA എന്ന് തുടങ്ങിയ നിയമങ്ങളുണ്ടല്ലോ, അതൊന്നും അറിയാമായിരുന്നു. അപ്പൊ ആ വംശം നിലനിർത്താൻ അതേ ജനിതക വംശത്തിൽ നിന്ന് ഒരാൾ സൃഷ്ടിച്ചാൽ കഴിയും. അത് വേദവ്യാസനെ കൊണ്ടുവന്നു. കാരണം വേദവ്യാസനും സത്യവതിയുടെ മകനാണ്, ഭീഷ്മരല്ല. ഈ മരിച്ചുപോയ രാജകുമാരൻ, അത് പേരനോട് പറഞ്ഞു, അദ്ദേഹവും സത്യവതിയുടെ മകനാണ്. ഒരേ അമ്മയുടെ 2 മക്കളാണ്. അതുകൊണ്ട് വേദവ്യാസനിൽ നിന്ന് ഒരു സന്താനോൽപാദനം നടത്താൻ വേണ്ടിയിട്ട് അംബികയും അംബാലിയോടും പറഞ്ഞു. വേദവ്യാസൻ സന്യാസിയാണ്, മഹർഷിയാണ്. ഒരു രാജകുമാരന്റെ സൗകര്യങ്ങളോ ആഭരണങ്ങളോ അലങ്കാരങ്ങളോ ഇല്ല. സ്വാഭാവികമായിട്ടും പെൺകുട്ടികളായതുകൊണ്ട് അവർക്ക് അവരുടെ സങ്കല്പത്തിന് വിരുദ്ധമായിട്ട് സ്വീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ സാമൂഹ്യ ക്രമം അനുസരിച്ചും ദായക്രമം അനുസരിച്ചും നിർബന്ധിക്കപ്പെട്ടു. അപ്പോൾ അംബിക വേദവ്യാസനെ സ്വീകരിക്കുന്ന സമയത്ത്, സന്താനോൽപാദനത്തിന് വേണ്ടി സ്വീകരിക്കുന്ന സമയത്ത് അത് ഉൾക്കൊള്ളാൻ കഴിയാതെ കണ്ണിറുക്കിയടച്ചു. അതിൻ്റെ ഫലമായിട്ടാണ് കുരുടനായി ധൃതരാഷ്ട്ര ജനിച്ചത് എന്ന് പറയും. അംബാലിക വിളറി വെളുത്തുപോയി. അതുകൊണ്ട് ആ സന്താനം പാണ്ഡുരോഗമുള്ള പാണ്ഡുവായിട്ട് മാറും. പഞ്ചപാണ്ഡവന്മാരുടെ അച്ഛനായിട്ടുള്ള പാണ്ഡുവായിട്ട് മാറും. പാണ്ഡുരോഗത്തോടും ജനിച്ചു. ആ മുഹൂർത്തത്തിൽ, ആ സൃഷ്ടി നടക്കുന്ന മുഹൂർത്തത്തിൽ ഈ വേദവ്യാസനോട് ഒരു മഹർഷിയുടെ ബഹുമാനം കൊണ്ട് അവരുടെ ജോലിക്കാർ തോഴി അവരും അദ്ദേഹത്തോട് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചു. അതിലും വേദവ്യാസൻ സന്താനോൽപാദനം നടന്നു. ഇപ്പൊ രാജകുമാരിമാർ അത് നിർബന്ധത്തിന് വഴങ്ങി സ്വീകരിക്കുകയും വിദുരർ വളരെ സങ്കല്പത്തോടു കൂടി വേദവ്യാസനെ ഉൾക്കൊള്ളുകയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് പണ്ഡിതനായ, നീതിമാനായ, ധർമ്മിഷ്ഠനായ വിദുരർ ജനിച്ചു. ഈ കഥ പറഞ്ഞു കൊടുക്കുന്നത് കേവലം ഒരു കഥ പറയാൻ വേണ്ടിയിട്ടല്ല. ഇത് പറഞ്ഞു കൊടുക്കുന്നത് സൃഷ്ടി നടക്കുന്ന സമയത്ത് മനോഭാവമാണ് ആ കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് കാരണം. ആ കുഞ്ഞ് എന്തായിത്തീരും തീരുമാനിക്കുമെന്ന് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഗർഭാധാന സംസ്കാരം ഒരു വലിയ സംസ്കാരക്രിയയാണ്. പഴയ കാലത്തപ്പോൾ നമുക്ക് സൃഷ്ടിക്കാൻ പറ്റും, പക്ഷെ മുഹൂർത്തമൊക്കെ നിശ്ചയിക്കും. ഇത് അടുത്ത തലമുറ പറഞ്ഞു കൊടുക്കും. നമ്മുടെ സരസ്വതി വിദ്യാമന്ദിരങ്ങൾ, അവരുടെ വിദ്യാനികേതനം ഒക്കെ അവരുടെ കേന്ദ്ര സംഘടന ഗർഭകാല സംസ്കാരങ്ങളിൽ കേട്ട് ഗർഭ സംഹിത എന്ന് പറയുന്നൊരു പുസ്തകം ഇറക്കിയിട്ടുണ്ട്. അതിന് മലയാളം കോപ്പി കിട്ടാനുണ്ട്. അതിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു, എങ്ങനെയാണ് ഗർഭകാലത്തിന് സംസ്കാരക്രിയ എങ്ങനെയായിരിക്കണം, മനോഭാവം എന്നൊക്കെ അതിൽ വിശദമായി. അതുപോലെ ദാമ്പത്യ ജീവിതത്തിനെ പറ്റി നിർമ്മലാനന്ദ സ്വാമി ഇറക്കിയ പുസ്തകമുണ്ട്, സംതൃപ്തമായ ദാമ്പത്യ ജീവിതം എന്ന് പറയുന്ന പുസ്തകം. ഇത് മാതൃഭൂമിയുടെ പബ്ലിക്കേഷൻ. ഇത് രണ്ടും നമ്മൾ വായിക്കണം, കുട്ടികൾക്ക് കൊടുക്കണം. ഈ 2 പുസ്തകങ്ങൾ വിവാഹം കഴിക്കാൻ പോകുന്ന ചെറുപ്പക്കാർക്ക് ഇത് കൊടുക്കണം. എല്ലാവരും വായിക്കുന്ന ആവശ്യം. കാരണം അതിനകത്ത് സംതൃപ്തമായ ദാമ്പത്യ എന്ന പുസ്തകത്തിനകത്ത് ഭാര്യാഭർത്തൃ ബന്ധം എങ്ങനെയായിരിക്കണം എന്ന് പറയുന്നു. അപ്പോൾ ആ ഗർഭാധാന സംസ്കാരം ജീവിത പ്രധാന പ്രക്രിയയാണ്. ഒരു ഈശ്വരീയമായ അന്തരീക്ഷം സൃഷ്ടിക്കണം. കാരണം സൃഷ്ടി നടക്കുന്നത് ഒരു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ പോലെ പവിത്രമായിട്ട് കരുതും. ഒരു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ എത്ര പവിത്രമായ അന്തരീക്ഷമുണ്ടോ, ഇതേ പവിത്രത ആ വീട്ടുകാരും ഭാര്യ ഭർത്താക്കന്മാരും ആ സങ്കല്പവർക്ക്. കാരണം സൃഷ്ടി നടക്കാൻ പോകും.
സൃഷ്ടിയുടെ പ്രത്യേകത എന്താണ്? ഈശ്വരൻ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ചൈതന്യമാണ്. ഓരോ മനുഷ്യരുള്ളിലും ഈശ്വര ചൈതന്യമാണ്. ശ്രീരാമനും ശ്രീകൃഷ്ണനും ഓരോ വീട്ടിൽ ജനിച്ചു. ഇതേപോലെ ഒരു വീട്ടിൽ ജനിച്ചതാണ്. അച്ഛനമ്മയും മക്കളായിട്ട് ജനിച്ചത്. ഓരോ വീടിനെ സംബന്ധിച്ചിടത്തോളവും അവിടെ ജനിക്കാൻ പോകുന്ന കുഞ്ഞ് ശ്രീരാമചന്ദ്രനും ശ്രീകൃഷ്ണനും തുല്യമാണ്. അതുകൊണ്ട് ഇത് കൃത്യമായി മനസ്സിലാക്കാം. വേൾഡ് ഗായത്രി പരിവാർ അവർക്കൊരു യൂണിവേഴ്സിറ്റി ഉണ്ട്. അതിൽ ബ്രഹ്മവർച്ചസ് എന്ന് പറയുന്ന ഗവേഷണ വിഭാഗമുണ്ട്. അവര് ഗർഭകാല സംസ്കാരങ്ങളെ പറ്റി പറയുന്നത് ഗർഭോത്സവം എന്നാണ് പറയുന്നത്. അത് ഉത്സവമായിട്ട് മാറ്റാം. ഒരു ആഹ്ലാദത്തിൽ അന്തരീക്ഷം വീട്ടിലുണ്ടാക്കണം. ഒരു സംസ്കാര സമ്പന്ന അന്തരീക്ഷം ഉണ്ടാക്കണം. ഒരു വിശിഷ്ടമായ വ്യക്തി വീട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ എത്രത്തോളം തയ്യാറെടുക്കും, അതുപോലെ നമ്മൾ കരുതണം. ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയത്ത്, കാരണം ഈശ്വരൻ തന്നെയാണ് ജനിക്കുന്നത്. ഒരമ്മ എന്ന് പറയുന്നത് ഭാഗ്യവതിയാണ്. സ്ത്രീ എന്ന ഭാഗ്യവതിയാണ്. കാരണം തൻ്റെ ഉള്ളിൽ ഒരു കുഞ്ഞിനെ, ആ കുഞ്ഞിൻ്റെ കുഞ്ഞ് ഈശ്വരൻ തന്നെയാണ്. ഈശ്വരനെ തൻ്റെ ഉള്ളിൽ വളർത്താൻ കഴിയുന്നത് ഒരു സ്ത്രീക്കാണ്. സ്ത്രീകൾ അതുകൊണ്ട് പണ്ട് കാലത്ത് എല്ലാവരും വിളിച്ചത് അമ്മ. എല്ലാ സ്ത്രീകളെയും വിളിച്ച് അമ്മ എന്നാണ് വിളിച്ചിരുന്നത്. നാരായണിയമ്മയും മാളുവമ്മയൊക്കെ ഈ ഗ്രാമത്തിലുണ്ടായിരുന്നു. എല്ലാവരും അമ്മ ചേർത്താ വിളിക്കും. ജാതി വ്യത്യാസമൊന്നുമില്ല. എല്ലാ സ്ത്രീകളെ അമ്മമാർന്ന് വിളിച്ച് ഉപയോഗിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എല്ലാവരും പരസ്പരം എല്ലാ സ്ത്രീകളും അമ്മമാരാണ്. അതുകൊണ്ട് അമ്മമാരെ കാണുന്നു. കാരണം എന്തുകൊണ്ടാണ്? ഇതാണ് കാരണം. ഒരു കുഞ്ഞിന്റെ അമ്മ എന്ന് പറയുന്ന സമയത്ത്, സ്ത്രീ എന്ന് പറയുന്ന സമയത്ത് ഈശ്വരനെ തൻ്റെ ഉള്ളിൽ വഹിക്കാൻ കഴിയുന്ന അവർക്ക് മാത്രമാണ്. അത്രയും പവിത്രമായ ഒരു സ്ഥാനം അവർക്ക് കൽപ്പിച്ചു കൊടുത്തിരുന്നു. അപ്പൊ അതുകൊണ്ട് ഗർഭകാല സംസ്കാരം കൃത്യമായ ആദ്യത്തെ സംസ്കാരം ഗർഭാധാന സംസ്കാര ക്രിയ. അപ്പൊ അതുകൊണ്ട് ആ സമയത്ത് വീട്ടിൽ അങ്ങനെ അന്തരീക്ഷം ഉണ്ടാക്കണം. നന്നായിട്ട് നാമം ജപിക്കണം. ഒരു പുരുഷൻ ഗർഭാധാനം ചെയ്യാൻ പോകുന്ന, എനിക്കൊരു മകൻ ഉണ്ടാകാൻ പോകുന്ന, സെറ്റ് നടക്കാൻ പോകുന്ന ആ അമ്മയെ ഈശ്വരനായിട്ട്, പരസ്പരം ഈശ്വരനായിട്ട്, തൻ്റെ ഭൗതികമായ താത്കാലികമായ സുഖത്തിന് വേണ്ടിയിട്ടല്ല ഒരു സ്ത്രീയെ സമീപിക്കേണ്ടത്. ഈശ്വരൻ എല്ലായിടത്തും ഉണ്ട്. വിവാഹ സംസ്കാര ക്രിയകൾ പറയുന്നുണ്ട്, സ്ത്രീയുടെ ഉള്ളിൽ ചൈതന്യത്തെ ശക്തിയായിട്ടും പുരുഷന്റെ ഉള്ളിൽ ചൈതന്യത്തെ ശിവനായിട്ടാണ് കാണാറ്. അപ്പൊ ഗർഭാധാന സമയത്ത് സ്ത്രീയെ ശക്തിയായിട്ടാണ് സ്വീകരിക്കേണ്ടത്, കേവലം ഒരു വ്യക്തിയായിട്ടല്ല. സ്ത്രീയുടെ ഉള്ളിലുള്ള ചൈതന്യത്തെയാണ് സ്വാംശീകരിക്കുക. പുരുഷനെ ശിവനായിട്ട് സ്വീകരിക്കണം. അപ്പോൾ സംയോഗം എന്ന് പറയുന്നത് കേവലം രണ്ട് വ്യക്തികൾ തമ്മിലുള്ള മാംസനിബദ്ധമായ സംയോഗമല്ല, അതൊരു ഈശ്വരീയമാണ്, ശിവശക്തി സംയോഗമാണ് എന്നാണ് മനസ്സിലാക്കുക. ഇത് അടുത്ത തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കണം. ഒരു മനോഹരമായ സങ്കല്പം അതിന് പിന്നുണ്ടാകണം. ഭാവമാണല്ലോ പ്രധാനം. ഏത് കാര്യം ഭാവമാണ് പ്രധാനം. ഭാവഗ്രാഹി ജനാർദ്ദന എന്നാണ് പറയുന്നത്. ഈശ്വരൻ പോലും ഭാവത്തെയാണ് ഉൾക്കൊള്ളുന്നത്. അപ്പൊ നാം എങ്ങനെ ഉൾക്കൊള്ളുന്ന നമ്മുടെ മനോഭാവം എന്താണ്? തികച്ചും പുതിയ ഈ രീതിയിലുള്ള ഭാരതീയമായ ആർഷമായിരിക്കുന്ന ഒരു സംസ്കാരം നമുക്കടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കാം. അതുപോലെ നമുക്ക് തുടങ്ങാം. നമുക്കതിന് ക്രിയകളിലേക്ക് കടക്കാം. അല്ലെങ്കിൽ ക്രിയകൾ മുഴുവൻ ചെയ്യാൻ സമയമില്ല. ആദ്യം നമ്മൾ ചെറിയൊരു ഗായത്രി യജ്ഞം ചെയ്യാം. യജ്ഞം ചെയ്യാനുള്ള യജ്ഞക്രിയകൾ ആദ്യം എടുത്ത ശേഷം, അത് എല്ലാ ക്രിയകൾക്കും യജ്ഞക്രിയ ആവശ്യമായതുകൊണ്ട് കോമൺ ആയിട്ട് നമുക്ക് ഒരു ഗായത്രി ചെറുതായിട്ട് ഒരു 15 മിനിറ്റ് കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള ഒരു സംസ്കാരക്രിയ ചെയ്ത ശേഷം നമുക്ക് എല്ലാ ക്രിയകളും, അപ്പോൾ ആദ്യം ആ പൊതുവായിട്ട് ചെയ്യേണ്ട ഹോമ സംസ്കാരം എടുക്കാം. എന്നിട്ട് പിന്നെ നമുക്ക് ആ ക്രിയ ഓരോന്നോരോന്നായിട്ട് എടുക്കാം. അപ്പോൾ അത് എടുത്തു കഴിഞ്ഞാൽ കോമൺ ആണ്. ശുദ്ധീകരണത്തിൻ്റെ പഞ്ചകർമ്മങ്ങളുണ്ട്. ശുദ്ധീകരണത്തിന് വേണ്ടിയിട്ട് ആ ക്രിയ മുഴുവൻ എടുത്ത ശേഷം നമുക്ക് മുന്നോട്ട് പോകും. അതാണ് ഇന്ന് പറയാനുള്ളത്. ക്രിയകൾ അടുത്ത ആഴ്ച തുടങ്ങാം. ഈ ആമുഖം നമുക്ക് പ്രചരിപ്പിക്കണം. അത് മാക്സിമം പ്രചരിപ്പിക്കണം. ഇത് സമൂഹത്തിൽ മൊത്തം ഉള്ളതാണ്. നമുക്ക് ആർക്കും ഇത് സ്വകാര്യമൊന്നും അല്ലാതെ
ഈ നിർദ്ദേശം എനിക്ക് കേട്ട ശേഷം നമ്മൾ പരിചയമുള്ള ആൾക്കാരെ മുഴുവൻ നമ്മൾ ഈ ഗ്രൂപ്പിലേക്ക് വരാൻ വേണ്ടി പ്രേരിപ്പിക്കണം. നമ്മൾ ഓരോരുത്തരും 5 പേരെ ഇത് സമൂഹത്തിൽ പഠിപ്പിച്ചാണ്. ഗർഭാധാന സംസ്കാരം മുതൽ മരണാനന്തര ക്രിയകളും ബലിക്രിയകൾ വരെ നമ്മൾ ഈ ക്ലാസ്സിൽ എടുത്തു കഴിയണം. അടുത്ത ഇടവ മാസത്തിന് മുൻപേ ഒരു ബാച്ച് പൂർത്തിയാക്കണം. പ്രത്യേകിച്ച് കേരളത്തിന് പുറമെയുള്ള സ്ഥലങ്ങളിലെ മലയാളം ഈ കേരളീയ ഗ്രൂപ്പുകളിൽ അവർക്ക് സംസ്കാരം വേണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ചെയ്തു കൊടുക്കാൻ ആളില്ല. ആ ഗ്രൂപ്പുകളിൽ നിന്ന് പ്രത്യേകിച്ച് ആളുകൾക്ക് വരാൻ നമ്മൾ ശ്രമം നടത്തണം. സ്ത്രീകൾക്കും ചേരാം. പല ക്രിയകളും സ്ത്രീകൾക്ക് ചെയ്തു കൊടുക്കാവുന്ന, ഇപ്പോൾ ഗർഭകാല സംസ്കാരങ്ങളൊക്കെ വീടുകളിൽ ചെയ്യാവുന്ന പല ക്രിയകളും സ്ത്രീകൾക്ക് ധൈര്യമായിട്ട് ചെയ്തു കൊടുക്കാവുന്നതാണ്. അത് സമൂഹത്തിൽ കുറച്ചൊരു മാറ്റം വരുത്തിച്ചു. കാരണം ആ തരം ക്രിയകൾ സ്ത്രീകൾ ചെയ്യുന്ന സമയത്ത് സ്വീകാര്യത വർദ്ധിക്കും. ഇതാണ് ചെയ്യേണ്ടത്. നമസ്തേ വിശ്വേട്ടാ. നമസ്കാരം. 1-2 പുസ്തകങ്ങളെ പറ്റി സൂചിപ്പിച്ചല്ലോ. ഒന്ന് ക്രിയാരത്നമാല. ഒന്ന് ക്രിയാരത്നമാല, ക്രിയകളുടെ പുസ്തകം ക്രിയാരത്നമാല, പഞ്ചാംഗം പ്രസ്ഥാനം പബ്ലിഷ് ചെയ്തു. 2 സംതൃപ്തമായ ദാമ്പത്യ ജീവിതം. അതിന്റെ നിർമ്മലാനന്ദ സ്വാമികളെ ഇറക്കി എഴുതിയത്, അത് പബ്ലിഷ് ചെയ്ത് മാതൃഭൂമി പബ്ലിക്കേഷൻ. അത് ശരി. അല്ലെ, അങ്ങനെ ക്ഷേത്ര സംരക്ഷണ സമിതി സമിതിയല്ല, മാതൃഭൂമിയില പബ്ലിക്കേഷൻ, മാതൃഭൂമിയില സെപ്പറേറ്റ് ആയിട്ടുള്ള നിർമ്മലാനന്ദ സ്വാമികളെ ഇറക്കിയത്. പിന്നെ ഉള്ളത് ഗർഭസംഹിത. നമ്മുടെ സരസ്വതി വിദ്യാലയങ്ങളിൽ നിങ്ങളുടെ നാട്ടിലൊക്കെ അവിടെ പറഞ്ഞാൽ അവരുടെ കേന്ദ്ര സംഘടന ഹിന്ദിയിൽ ഇറക്കിയത്, പിന്നെ മലയാളം ട്രാൻസ്ലേഷൻ അവിടെ കിട്ടും. അല്ലെങ്കിൽ നമ്മൾ സഭയിലെ പുസ്തകം പറഞ്ഞാൽ ആ പുസ്തകം എത്തിച്ചേരാം. ഇതിന്റെ നോട്ട്സ് ഒക്കെ കിട്ടൂലേ? നോട്ട്സ് കൊടുക്കും. ഓരോ ക്രിയ കഴിഞ്ഞാൽ നോട്ട്സ് കൊടുക്കും. ഈ റെക്കോർഡിങ് ഷെയർ ചെയ്യും, എല്ലാം ചെയ്യാം. നോട്ട്സ് എല്ലാം നോട്ട് തയ്യാറായതാണ്, അത് ലേറ്റ് ആവുന്നില്ല കേട്ടോ. ആരെങ്കിലും ആയുർവേദ ഡോക്ടർമാരുണ്ടെങ്കിൽ ആയുർവേദ ഗ്രൂപ്പിലേക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കാം. അതെ, ആയുർവേദ ഗ്രൂപ്പിലേക്ക് നല്ലതാണ്, അവരോട് ചേരട്ടെ. കാരണം കോഴിക്കോട് ധാരാളം ക്രിയകൾക്ക് നമ്മൾ ഈ തരം ഗർഭകാല സംസ്കാരങ്ങൾ ചെയ്യാൻ പറയാറ് ഡോക്ടർ ആര്യാദേവിയുണ്ട്. നമ്മളോട് ബന്ധപ്പെട്ടത് അവർ ധാരാളം ആളുകൾ എൻ്റെ അടുത്ത് അയക്കാറൊന്ന് ചെയ്തു കൊടുക്കാൻ പറഞ്ഞിട്ട്. അനുഭവം കൊണ്ട് പറയാം, ഇങ്ങനെ സംസ്കാരങ്ങൾ ചെയ്ത കുട്ടികൾ മുഴുവൻ, ഒരു ചുരുങ്ങിയത് 10, 300, 400 ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടാവും. ആ കുട്ടികൾ മുഴുവൻ നല്ല വികൃതിയുള്ള കുട്ടികളാണ്. ആ രസം ഞാൻ പറഞ്ഞു മിക്കവാറും സംഭവിക്കാറുണ്ട്. കഴിഞ്ഞ ദിവസം കോഴിക്കോട് നവരാത്രി കാലഘട്ടത്തിൽ ഞാൻ വാസന്തി അവിടെ പരിപാടിക്ക് പോയി, കേസരി പരിപാടിക്ക് പോയപ്പോൾ ഒരു കുട്ടി ഓടി ഇങ്ങോട്ട് വന്നു. അപ്പോൾ അതിൻ്റെ അമ്മയാശം വഴി ഇങ്ങനെ ഓടി വരിക, ചെറിയ കുട്ടി. ഞങ്ങളിങ്ങനെ നിൽക്കുമ്പോൾ അവർക്ക് കുട്ടിയെ ഞങ്ങൾ അറിഞ്ഞിട്ടില്ല, ഭയങ്കര ബഹളമാണ്. അപ്പോൾ അമ്മ വന്നിട്ട് കംപ്ലൈൻറ്റ് പോലെ വിശ്വേട്ടൻ പറഞ്ഞ പോലെയാണ്, കുട്ടിക്ക് ഭയങ്കര വികൃതിയാണ്. നോക്കുമ്പം ആര്യാദേവി പറഞ്ഞിട്ട് വന്നൊരു കുട്ടിയാണ്, ഒരു സംസ്കൃതം PhD ചെയ്യുന്ന കുട്ടി, ആ സ്ത്രീ. ആ ഒരു കുട്ടി അവർ പറഞ്ഞ, അപ്പം എനിക്ക് ഓർമ്മ വന്നു, കാരണം ഈ 2 പുംസവും സീമൊന്നും ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ നല്ല ബുദ്ധിയുള്ള കുട്ടി, മനസ്സിലായല്ലോ. അപ്പോൾ അവരുടെ സ്വഭാവം എന്താ പറയുക, എക്സ്ട്രാ സ്വഭാവമാണ് ഈ കുട്ടികൾ മുഴുവൻ. നമ്മുടെ ഈ ക്ലാസ്സുകളിൽ തന്നെ 2-3 പേരെങ്കിലും അവരുടെ കുട്ടികൾ വ്യത്യസ്തരാണ് അവർ. അപ്പോൾ രസം വെച്ചാൽ വ്യത്യസ്തമായിരിക്കും ഈ സംസ്കാരമൊക്കെ ചെയ്തത്. അതുപോലെ പക്ഷെ മാത്രം പോലെ അവർ ആ ഗർഭകാലത്ത് അമ്മമാരങ്ങനെ ആ സങ്കല്പം ചെയ്യണം. എന്നാൽ ഉറപ്പാണ് സ്വഭാവ വ്യത്യാസമുണ്ട്, മനസ്സിലായല്ലോ. നമുക്ക് പിടിച്ചാൽ കിട്ടാത്ത രീതി അവർ വളരും, അതിബുദ്ധിമാന്മാരെ മാറും, ആ കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് നല്ല സന്താനങ്ങൾ ഉണ്ടാവാൻ, ബുദ്ധിമാന്മാരെ കുട്ടികളുണ്ടാവാൻ സംസ്കാരത്തിൽ നിർബന്ധമാണ്. ഭാരത ഋഷീശ്വരന്മാർ ഇതൊക്കെ അത്ര കൃത്യമായി മനസ്സിലാക്കുന്നതാണ് രസം ഈ കാര്യങ്ങളെ പറ്റി. അതുകൊണ്ട് ശരി, നാമം ചോദിച്ച് അവസാനിപ്പിക്കാം. വാമദേവ ഋഷി പങ്ക്തിച്ഛന്ത സദാശിവരുദ്രോ ദേവത. ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. വാമദേവ ഋഷി പങ്ക്തിച്ഛന്ത സദാശിവരുദ്രോ ദേവത. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര, ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഓം അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ
പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാവർക്കും എനിക്ക് നമസ്കാരം. നമ്മുടെ ഈ സംസ്കാരത്തിലെ ക്ലാസ് നമുക്ക് നമ്മുടെ കുടുംബത്തിന് മുഴുവൻ ഹിന്ദു സമൂഹത്തിന് ഉപയോഗപ്രദമാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഓം ഓം. എല്ലാവർക്കും നമസ്കാരം.